ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ അൽ വഹദത്തു സാലിസ് അഷ്റ 13ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹും മുസൈത്തിറൂൻ. അപ്പോൾ എന്താണ് പാഠത്തിലെ നമ്മൾ കഴിഞ്ഞ 2 പാഠം പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകളാണ്. ഖുർആൻ പാരായണത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് ഓതേണ്ട ആയത്തുകളെ കുറിച്ചിട്ടാണ് ഈ പാഠത്തിലും പറയുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ: 1. ബസ്തത്ത് വയബ്സുത്ത്. ബസ്തത്ത് വയബ്സുത്ത് എന്നതിൽ സീന് കൊണ്ടും ബിമുസൈത്തിർ അൽ മുസൈത്തിറൂൻ എന്നതിൽ സ്വാദ് കൊണ്ടുമാണ് ഓതേണ്ടത്. എന്താണ് ഇവിടെ ബസ്തത്ത് എന്നതിൽ സ്വാദാണ്. പക്ഷെ ഇവിടെ നമ്മൾ സീനായിട്ടാണ് നമ്മളിവിടെ ഉച്ചരിക്കേണ്ടത്. ബസ്തത്ത് അങ്ങനെ. അതുപോലെ തന്നെ വയബ്സുത്ത് ഉച്ചാരണത്തിൽ സീനായിട്ടാണ് ഇവിടെയും നമ്മൾ ഓതേണ്ടത്. എന്നാൽ മുസൈത്തിർ, അപ്പോൾ ഇവിടെ സ്വാദാണ്, അവിടെ സ്വാദായിട്ട് തന്നെ നമ്മൾ ഓതണം. അതുപോലെ മുസൈത്തിറൂൻ അവിടെയും സ്വാദായിട്ട് തന്നെ ഓതണം. ഇവിടെ സ്വാദ് കൊണ്ടാണ് ഓതേണ്ടത്, മനസ്സിലാക്കുക. അപ്പോൾ ആ വേർഡ്സുകൾ വന്ന ആയത്താണ് ഇവിടെ താഴെ പറയുന്നത്. അൽ ബഖറ സൂറത്തിലും അറാഫ് സൂറത്തിലെയും തൂർ സൂറത്തിലെയും ആയത്തുകളാണത്. അപ്പോൾ അത് ആയത്തുകളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തത് എന്താണ്? അലാമാ ഫറത്തു അഹത്തു മാ ഫറത്തും ലഇംബസത്ത. അപ്പോൾ ഇവിടെ എന്താണ്? തോഇൻ്റെ ഇത്ബാക്കിനെ പ്രകടമാക്കി തായിലേക്ക് ഇദ്ആം നാക്കിസ് ചെയ്ത് കൊണ്ടാണ് ഓതേണ്ടത്. എന്താണ് ഇദ്ആം നാക്കിസ്? ഇദ്ആം ചെയ്യാറിന തോഇനെ തായിലേക്ക് ഇദ്ആം ചെയ്യാം, അതറിയാം അല്ലേ? തോ എന്താണ്? ഇവിടെ തോഇനെ തായിലേക്ക് ഇദ്ആം നാക്കിസ് ചെയ്യണം. അപ്പോൾ തോ എന്താണ്? ഇത്ബാക്കിൻ്റെ ഹർഫുകൾ 4 നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സോദ്, ലോദ്, തോ, ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും അക്ഷരം വന്നാൽ എന്താണ്? ഇത്ബാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ തഫീം ചെയ്യണം. തഫീമിൻ്റെ അക്ഷരമാണ് ഹുസ്സലോത്തിൻ കിളി എന്നത്. എന്ന ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളെ എപ്പോഴും തഫീം ചെയ്യണം. അതിൽ നിന്ന് തന്നെ ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങളെ ഒന്നും കൂടെ കനപ്പിക്കണം. ഇൻ്റെ ഇത്ബാക്കിനെ പ്രകടമാക്കണം. അപ്പോൾ ഇത്ബാക്ക് എന്താണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മദ്യം കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തണം. നമ്മൾ തഫീം ചെയ്യുമ്പോൾ മുരട് അണ്ണാക്കിലേക്ക് ഉയരും. അപ്പോൾ അതിൻ്റെ കൂടെ മദ്യം കൂടി അണ്ണാക്കിലേക്ക് ഉയരണം. അങ്ങനെ കൂടുതൽ തഫീം ചെയ്യണം. അതാണ് ഇവിടെ ഇത്ബാക്കിനെ പ്രകടമാക്കി തായിലേക്ക് ഇദ്ആം നാക്കിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് കൂടുതൽ തഫീം ചെയ്തുകൊണ്ട് ഇദ്ആം ചെയ്യണം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഫറത്തു തഫീം ചെയ്യുക പറഞ്ഞാൽ വായ നിറച്ച് ഉച്ചരിക്കുക, തഫീം. അപ്പം അതിൽ കൂടെ കൂടുതൽ തഫീം ചെയ്യേണ്ട അക്ഷരം കൂടിയാണ് ഇത്ബാക്കിൻ്റെ അക്ഷരമായ തോ. അപ്പം അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഫറത്തു അഹത്തു ഫറത്തും. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. ഇത്ബാക്കിനെ പ്രകടമാക്കിയിട്ട് തായിലേക്ക് ഇദ്ആം നാക്കിസ് ചെയ്യണം. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പാരായണം ചെയ്യേണ്ടത്. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് തെറ്റിപ്പോകുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മളവിടെ പറഞ്ഞ വേർഡ്സുകൾ വരുന്ന ആയത്തുകളാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ അതൊക്കെ ആ നിയമം പോലെ നന്നായി മനസ്സിലാക്കിയിട്ട് ഓതുക.
അപ്പം ഇദ്ഗാം നാഖിസ് എന്ന് പറയുന്നത് ചെറുതായിട്ട് ഇദ്ഗാം ചെയ്യാനാണ്. അതുകൂടി മനസ്സിലാക്കണം കേട്ടോ, മനസ്സിലാക്കുക. അപ്പം അടുത്ത എന്താണ്, മൂന്നാമത്തെ എന്താണ്, എന്താ ഇവിടെ പറയുന്നത്? വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും. അപ്പം എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? എല്ലാ വേർഡ്സുകളിലും വല കഴിഞ്ഞാൽ പിന്നെ ഹംസ വരുന്നുണ്ട്. വല ഉളി, വല ഉമന്നി, വല ആമുറ. അപ്പോൾ ഇവിടെ എഴുത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാത്തിൻ്റെയും മുകളിലാണ് ഹംസ വന്നത്. എന്നാൽ ഇവിടെ ഇടയിലാണ്. അവിടെയുള്ള ഹംസയെ എന്താണ് നമുക്ക് നീട്ടി ഓതണം, നീട്ടി ഓതണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കൂ, വല ആമുറന്നഹും എന്നതിൽ, വല ആമുറന്നഹും എന്നതിൽ മാത്രമാണ് ഹംസയെ നീട്ടി ഓതേണ്ടത്. അപ്പോൾ ബാക്കിയൊന്നും നമ്മൾ നീട്ടാതെയാണ്. വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും. അപ്പം അത് കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഓതി പോരുത്. വല ആമുറന്നഹും എന്നതിൽ ഹംസയെ നീട്ടിയാണ് ഓതേണ്ടത്. തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മനസ്സിലാക്കുക, ആ വേർഡ്സ് വരുന്ന സൂറത്ത് ഏതാണ്? അന്നിസാ. അന്നിസാ സൂറത്തിൽ 119 ആയത്തിലാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്നത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്ത നാലാമത്തത് എന്താണ്? അടുത്തത് നാലാമത്തെ പറയുന്നത് ഇവിടെ 2 ആയത്തുകൾ തരുന്നുണ്ട്. സൂറത്തുൽ ഹൂദിലെയും സൂറത്തുൽ മആരിജിലെയും. അപ്പോൾ അവിടെ 2 സ്ഥലത്തും ഈ 2 ആയത്തുകളിൽ യൗമി ഇദിൻ എന്നാണ് നമുക്ക് ഓതാനുള്ളത്. മീക്ക് ഹർക്കത്ത് കസറാണ് വന്നത്. അതെയാ, കസറ് നൽകിയാണ് ഓതേണ്ടത്. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും യൗമ ഈദിൻ അങ്ങനെ നമ്മൾ ഓതി പോരുന്നതാണ്. അപ്പം പിന്നെ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ യൗമ ഈദിൻ ആയി പോവരുത്. യൗമി ഈദിൻ എന്ന് മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യണം. മാരിജ് സൂറത്തിൽ ഇവിടെ ഇല്ലേ, യൗമി ഈദിൻ ബിബനീ. അപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യുക. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ആയത്തുകളാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറയുന്നു, ഈ 2 ആയത്തുകളിലും യൗമി ഈദിൻ എന്നതിൽ മീമിന് കസറ് നൽകി ഓതണം, ശ്രദ്ധിക്കുക. അടുത്തത് എന്താണ് പറയുന്നത്? 5-മത്തത്. അപ്പോൾ ഇവിടെ ഇബ്രാഹിം സൂറത്തിലെ 2 ആയത്തുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 2-മത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഇവിടെ അല്ലാഹില്ലദി എന്ന് കസറ് നൽകിയാണ് ഓതേണ്ടത്. നമ്മളെല്ലാ സ്ഥലത്തും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അങ്ങനെ അല്ലാഹുല്ലദി അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഓത്തിലുള്ളത്. അപ്പം ഇവിടെ ഇങ്ങനെ നമ്മൾ ഓതി വരുമ്പം കാണുമ്പോൾ തന്നെ അല്ലാഹുല്ലദി ഓതി പോവരുത്, തെറ്റിപ്പോവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ശ്രദ്ധിക്കുക. ഇബ്രാഹിം സൂറത്തിലെ 2-മത്തെ ആയത്ത്. അപ്പോൾ അവിടെ അല്ലാഹില്ലദി എന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. കസറ് നൽകിയിട്ട് വേണം പാരായണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് 6-മത്തത് എന്താണ് പറയുന്നത്? ഇവിടെ എന്താണ്? ഇവിടെ സ്വലവാത്തി, അസ്വലവാത്തി വസ്വലാത്തി. അപ്പോൾ ഇവിടെ നമ്മൾ അസ്വലാത്തി വസ്വലാത്തി അങ്ങനെ ആയിപ്പോവരുത്, തെറ്റിപ്പോവരുത്. ഇവിടെ സ്വലവാത്തി, വാവിനെ നീട്ടാനാണ് ഇവിടെ അലിഫ്, വാവിന് ഫത്തഹുണ്ട്, ശ്രദ്ധിക്കണം. അസ്വലവാത്തി വസ്വലാത്തിൽ വുസ്താ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. സ്വലവാത്തി വസ്വലാത്തി, ഇവിടെ ലാമിനെ നീട്ടാൻ, ഇവിടെ വാവിനെ നീട്ടാൻ. അപ്പോൾ സ്വലവാത്തി എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ?
അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ പാഠത്തിൽ പറയുന്നത്. നമുക്ക് തദ്രിബാത്ത് കൂടി നോക്കാം. തദ്രിബത്തിൽ ആദ്യം ശരി അടയാളപ്പെടുത്താനാണ്. വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും. അപ്പോൾ ഇതിൽ നീട്ടി ഓതേണ്ടത് ഏതെന്നാണ്. ഏതായിരുന്നു? വല ആമുറന്നഹും. അപ്പോൾ അതാണ് ശരി. അപ്പോൾ നമുക്ക് അതിൽ ഹംസ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മനസ്സിലായില്ല? അപ്പോൾ അത് നമുക്ക് ശരി അടയാളപ്പെടുത്താം. അടുത്തതാ സീൻ കൊണ്ടാണ് ഓതേണ്ടത്. ഇതിൽ ഏതാണ് സീന് കൊണ്ട് ഓതേണ്ടത്? അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ ആ സ്വാദിൻ്റെ മുകളിൽ സീന് ഉണ്ടാവും. മനസ്സിലാക്കുക. അപ്പോൾ അതാണ് സീന് കൊണ്ട് ഓതേണ്ടത്. മനസ്സിലാക്കുക. അടുത്ത നുജിബ്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ്? ഹാഫിളൂന അലാ സ്വലവാത്തി. ഈ ആയത്ത് ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സ്വലവാത്തി എന്ന പദം ശ്രദ്ധിക്കണം. വാ എന്നതിനെയാണ് നീട്ടാനുള്ളത്. വാവിനെയാണ് നീട്ടാനുള്ളത്, ലാമിനെ അല്ല. അപ്പം ഈ പദത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ ആയത്ത് ശ്രദ്ധിക്കണം എന്നാണ്. നീട്ടാനുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്, ലാമിനെ അല്ല വാവിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് നിങ്ങൾ എഴുതി വെക്കുക. ഈ പദത്തിൽ ഈ ആയത്തിൽ സ്വലവാത്തി എന്നതിൽ വാവിനെയാണ് നീട്ടേണ്ടത്. മനസ്സിലാക്കുക. രണ്ടാമത്തത് ലഇംബസത എന്ന് ഓതുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ്? അപ്പോൾ അവിടെ എങ്ങനെ എഴുതാം? എന്നിവിടങ്ങളിൽ തോഇൻ്റെ ഇത്ബാക്കിനെ പ്രകടമാക്കി തായിലേക്ക് ഇത് ആം നാക്കിസ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് എഴുതുക ഇവിടെ. അപ്പോൾ നമുക്ക് ചോദ്യം വന്നത് ലഇംബസത. അപ്പോൾ ഇവിടെ തോഇൻ്റെ ഇത്ബാക്കിനെ പ്രകടമാക്കി തായിലേക്ക് ഇത് ആം നാക്കിസ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അങ്ങനെ എഴുതാം. അടുത്തെന്താണ്? അം ഹുമുൽ മുസൈത്തിറൂൻ എന്നതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതിന് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പറഞ്ഞിരുന്നു, സ്വാദിനെ സീനായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അത് സീന് മുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മുസൈത്തിറൂൻ എന്നതിൽ താഴെയാണ് സീന്. അപ്പോൾ അവിടെ നമ്മൾ സ്വാദിനെ സ്വാദായിട്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സീന് മുകളിലാണെങ്കിൽ സ്വാദിനെ സീനായിട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഇവിടെ താഴെ ആയത് കാരണം അത് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു അടയാളമായിട്ട് മനസ്സിലാക്കുക. സ്വാദിനെ സ്വാദായിട്ട് തന്നെയാണ് ഇവിടെ ഓതേണ്ടത്. അപ്പോൾ അത് എഴുതിയാൽ മതി. ഇവിടെ അംഹും മുസൈത്തിറൂൻ എന്നതിൽ സ്വാദിനെ സ്വാദായിട്ട് തന്നെയാണ് ഓതേണ്ടത്. അങ്ങനെ എഴുതാം. അടുത്ത തഹസീസാണ്. എന്താണ് ഇവിടെ പറയുന്നത്? നക്തഷിഫു വനക്റൗ മിനൽ ഖുർആനിൽ ആയാത്തി മദ്കൂറ ഫിൽ വഹ്ദ. ഈ പാഠത്ത് കുറേ ആയത്തുകൾ പറഞ്ഞില്ലേ? വേർഡ്സുകളൊക്കെ പറയുന്ന ഓരോ ആയത്തുകൾ, സൂറത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പാരായണം ചെയ്യാനാണ്. പിന്നെന്താണ്? നക്റ സൂറത്തു നിസാ സൂറത്തിലെ 75-ാമത്തെ ആയത്ത് മുതൽ 121-ാമത്തെ ആയത്ത് വരെ തജ്വീദ് നിയമപ്രകാരം മനസ്സിലാക്കി പാരായണം ചെയ്യാൻ. അടുത്തതാ നഹ്വൽ സൂറത്ത് യാസീന് 73-ാമത്തെ ആയത്ത് മുതൽ 78-ാമത്തെ ആയത്ത് വരെ മനഃപ്പാഠമാക്കുക. സൂറത്തുൽ വാഖിയ 85 മുതൽ 90 വരെയും മനഃപ്പാഠമാക്കി ഉസ്താദിന് ഓതിക്കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് 13-ാമത്തെ പാഠത്തിൽ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹു തആല നമ്മളെ തെറ്റുകൾ കൂടാതെ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുന്ന ഭാഗങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി തരികയാണിത്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.